നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമുക്ക് ബട്ടർ ചിക്കൻ ഉണ്ടാക്കാം. അപ്പോൾ ബട്ടർ ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വെൽക്കം ടു ഗിരീസ് ട്രഡീഷണൽ ഇന്ത്യൻ കുക്കിംഗ്. ടുഡേ വി ഗോണ മേക്ക് ബട്ടർ ചിക്കൻ. നമ്മളിന്ന് ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ ബ്രസ്റ്റ് കൊണ്ടാണ്. അപ്പോൾ ഇത് ബോൺലെസ് ആണ്. നിങ്ങൾക്ക് ബോണുള്ള ചിക്കൻ, ഹോൾ ചിക്കൻ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞും ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഏകദേശം 1/2 കിലോ ചിക്കൻ ബ്രസ്റ്റ് ഉണ്ട്. ഇത് നന്നായി ക്ലീൻ ചെയ്തിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ദിസ് ഈസ് ചിക്കൻ ബ്രസ്റ്റ് കട്ട് ഇൻ സ്മോൾ പീസസ് ടു മേക്ക് ബട്ടർ ചിക്കൻ. ഇനി ഈ ചിക്കൻ നമുക്ക് നന്നായി മറിനേറ്റ് ചെയ്തെടുക്കാം. ലെറ്റ്സ് മറിനേറ്റ് ദ ചിക്കൻ. ഇനി നമുക്ക് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ആഡ് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. നമ്മളിതിനകത്ത് കാശ്മീരി ചില്ലി പൗഡർ മാത്രമാണ് ഉപയോഗിക്കുള്ളൂ. കാരണം ബട്ടർ ചിക്കന് ചുമന്ന കളറ് കൊടുക്കുന്നത് ഈ കാശ്മീരി ചില്ലി പൗഡറും അതിനകത്ത് ഉപയോഗിക്കുന്ന ടൊമാറ്റോയാണ്. 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ആവശ്യത്തിന് ഉപ്പ്. 1 ടീസ്പൂൺ സോൾട്ട്. 1 ടീസ്പൂൺ കസ്തൂരി മേത്തി പൗഡർ. 2 ടീസ്പൂൺ ലെമൺ ജ്യൂസ്. 2 ടീസ്പൂൺ നാരങ്ങ നീര്. ഒരു 1/4 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുക. 1/4 കപ്പ് യോഗട്ട്. ഇനി ഇതെല്ലാം കൂടെ കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. Mix everything together, then let it rest for an hour. നമ്മുടെ ചിക്കൻ നന്നായി മറിനേറ്റ് ചെയ്തു. ഏകദേശം 1 അവർ നമുക്കിങ്ങനെ വയ്ക്കാം. അപ്പോൾ ചിക്കൻ റെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഗ്രേവി ഉണ്ടാക്കാം. ചിക്കൻ ഈസ് മറിനേറ്റഡ്. ലെറ്റ് ഇറ്റ് റെസ്റ്റ്. ബൈ ദ ടൈം വി വിൽ മേക്ക് ദ ഗ്രേവി. ഈ ചീഞ്ചട്ടി ചൂടായി കഴിയുമ്പോൾ നമുക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു കഷ്ണം ബട്ടറും ഇട്ട് കൊടുക്കാം. ആഡ് 2 ടീസ്പൂൺ കുക്കിംഗ് ഓയിൽ ആൻഡ് 1 പീസ് ഓഫ് ബട്ടർ. ഇനി ഇതിലേക്ക് ഒരു പട്ടയുടെ ഇല, ഒരു കഷ്ണം സിനമൺ സ്റ്റിക്ക്, 2 ഏലക്ക, 4 ഗ്രാമ്പൂ ഇത്ര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി 2 സവാള ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ആഡ് 2 ചോപ്ഡ് ഓണിയൻസ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഫൈനലി ചോപ്ഡ് ജിഞ്ചർ ഗാർലിക് 2 ടീസ്പൂൺ. ഇനി ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് വഴറ്റാം. ആഡ് 3 ഗ്രീൻ ചില്ലീസ്. ഇത് 4 ടൊമാറ്റോ നല്ല കളറുള്ളത് നോക്കി ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഉള്ളി വഴണ്ടു. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇട്ട് കൊടുത്ത് വഴറ്റാം. ആഡ് 4 ചോപ്ഡ് ടൊമാറ്റോസ്. ഇതിലേക്ക് ഇനി ഒരു 1/4 കപ്പ് കശുവണ്ടി ഇട്ട് കൊടുക്കാം. ആഡ് 1/4 കപ്പ് കാഷ്യൂ നട്ട്സ്. ഇതിലേക്ക് ഇനി 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആൻഡ് 1/2 ടീസ്പൂൺ സോൾട്ട്. 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഇത് ഇനി ഒരു 10 മിനിറ്റ് ചെറു തീയിൽ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി 1 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ആഡ് 1 ഗ്ലാസ് ഓഫ് വാം വാട്ടർ. ഇത് 10 മിനിറ്റ്സ് ഞാൻ തിളപ്പിച്ചതാണ്. ഇത് റെഡിയായി. ഞാൻ തീ ഓഫ് ചെയ്തു. ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് അരച്ചെടുക്കാം. ഫ്ലെയിം ഈസ് ഓഫ്. ലെറ്റ് ഇറ്റ് കൂൾ ഡൗൺ. നമ്മുടെ ഗ്രേവി മിക്സ് അവിടെ ഇരുന്ന് തണുക്കുമ്പോഴത്തേക്കും നമുക്ക് മറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ വറുത്തെടുക്കാം. ആദ്യം 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. അത് കഴിഞ്ഞ് ഒരു വലിയ ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ട് എണ്ണ ബട്ടർ മിക്സിൽ നമുക്ക് ചിക്കൻ വറുത്തെടുക്കാം. We will fry the chicken in butter and cooking oil mix.
ഇതാണ് നമ്മൾ മറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ. നമ്മുടെ എണ്ണ ചൂടായി. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ മറ്റേ സൈഡ് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ഗ്രേവി മസാല നന്നായി തണുത്തു. ഇനി ഇത് നല്ല വെണ്ണ പോലെ മിക്സിയിൽ അരച്ചെടുക്കാം. ഇറ്റ്സ് കൂൾ ഡൗൺ. വി വിൽ ഗ്രൈൻഡ് ഇറ്റ് നൗ. ഈ അരച്ചെടുക്കുന്ന ഗ്രേവി ഈ അരിപ്പയിലിട്ടിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം. സ്ട്രെയിൻ ദ ഗ്രേവി. നമ്മുടെ ചിക്കൻ ഒരു സൈഡ് വെന്തു. ഇനി ഈ സൈഡ് മറിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ വൺ സൈഡ് ഈസ് കുക്ക്ഡ്. വി വിൽ ടേൺ അപ്സൈഡ് ഡൗൺ. ഈ ചീഞ്ചട്ടിയിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഗ്രേവി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. വി വിൽ ആഡ് ദ ഗ്രേവി ആൻഡ് കുക്ക് ഇറ്റ്. ഈ ഗ്രേവി ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതാണ് നമ്മൾ ഫ്രൈ ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ. നമ്മുടെ ഈ അരപ്പ് ചെറുതായിട്ട് തിളച്ചു തുടങ്ങി. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ചിക്കനും ഈ ഗ്രേവിയും കൂടി ചെറുതായിട്ടൊന്ന് തിളച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിക്കട്ടെ. ഇതിലേക്ക് 2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഇട്ട് കൊടുക്കാം. ആഡ് 2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്. 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കാം. ആഡ് 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കസ്തൂരി മേത്തി പൗഡർ. ആഡ് 1 ടീസ്പൂൺ കസ്തൂരി മേത്തി പൗഡർ. ഇനി ഒരു കഷ്ണം ബട്ടറും കൂടെ ഇട്ട് കൊടുക്കാം. ആഡ് 1 പീസ് ഓഫ് ബട്ടർ. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ ബട്ടർ ചിക്കൻ റെഡിയായി. ഇനി നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അവർ ബട്ടർ ചിക്കൻ ഈസ് റെഡി. ഇതാണ് നമ്മുടെ ബട്ടർ ചിക്കൻ ഞാൻ സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയത്. ഇത് ഞാൻ ഗാർണിഷ് ചെയ്തിരിക്കുന്ന 1 ടീസ്പൂൺ ഫ്രഷ് ക്രീം, 1/2 ടീസ്പൂൺ കസ്തൂരി മേത്തി, ഒരു സ്മോൾ പീസ് ബട്ടർ ഇട്ടിട്ടാണ് ഗാർണിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ല രുചിയുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുകൊണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്ലീസ് മറക്കരുത്. I garnished our butter chicken with 1 teaspoon of fresh cream, 1/2 teaspoon of kasturi methi, 1 small piece of butter. It is really very tasty. Please try and comment. Please subscribe my channel. Thank you for watching.